മറ്റൊരു സുപ്രധാന വാർത്ത കൂടി വരികയാണ്. അല്പസമയം മുമ്പാണ് അയത്തുള്ള അലി റസ അറാഫി, ഇറാന്റെ പുതിയ പരമോന്നത നേതാവ്, പരമോന്നത സമിതിയിലെ അംഗം, അദ്ദേഹം കൊല്ലപ്പെട്ടതായിട്ടുള്ള വാർത്ത പുറത്തു വരുന്നത്. അല്പം മുമ്പാണ് ഇസ്രയേലിലേക്ക് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഓഫീസിനു നേരെ ആക്രമണമുണ്ടായെന്ന് ഇറാൻ IRGC അവകാശവാദം ഉന്നയിച്ചത്. നെതന്യാഹുവിന് ഏതെങ്കിലും തരത്തിൽ പരിക്ക് പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് വ്യക്തത ഇപ്പോഴും വരുന്നില്ല. അതിനിടയിലാണ് അയത്തുള്ള അലി റസ അറാഫി കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇറാനുമേൽ വീണ്ടും കനത്ത പ്രഹരം തന്നെയാണ് ഏറ്റിരിക്കുന്നത്. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും മനു ഭരത്താണ് ചേരുന്നത്. മനു, എന്താണ് ഈ സംബന്ധിച്ച് സ്ഥിരീകരിക്കാവുന്ന വാർത്തയാണോ ഇത്? കിരൺ, വാർത്ത സ്ഥിരീകരിക്കാറായിട്ടില്ലെങ്കിലും ഇത് വ്യാപകമായി ഇത്തരം ഒരു പ്രചരണം ഇറാനിൽ നിന്ന് ഉണ്ടാകുന്നു. അവിടുത്തെ ഇടക്കാല പരമോന്നത നേതാവ് അലി റസ അറാഫി വധിക്കപ്പെട്ടിരിക്കുന്നു, അദ്ദേഹം ജീവനോടെ ഇല്ല എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. ഇറാൻ ഇത് സംബന്ധിച്ചുള്ള ഒരു സ്ഥിരീകരണം നൽകിയിട്ടില്ല. നെതന്യാഹുവിൻ്റെ ആസ്ഥാനത്തിന് നേരെ ഇസ്രായേൽ പ്രൈം മിനിസ്റ്ററിൻ്റെ ഓഫീസിന് നേരെ തങ്ങൾ ആക്രമണം നടത്തി എന്ന ഒരു വാദം റവല്യൂഷണറി ഗാർഡ്സ് കോർ മുന്നോട്ട് വയ്ക്കുന്നതിന് തൊട്ടു പുറകെയാണ് ഇത്തരത്തിൽ ഇറാന്റെ നിലവിലെ ഇടക്കാല പരമോന്നത നേതാവിന് കൂടി തൻ്റെ ജീവൻ നഷ്ടമായിരിക്കുന്നു എന്ന വാർത്ത വരുന്നത്. ഇന്ന് ഈ ടെഹ്റാനിലേക്ക് നടത്തിയ ആക്രമണത്തിൽ ആണ് ഈ മരണം എന്ന് ഈ സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പറയുന്നു. ഏതായാലും ആയത്തുള്ള അലി ഖംനേയി ടെഹ്റാനിൽ കഴിഞ്ഞ ശനിയാഴ്ച കൊല്ലപ്പെടുകയും തുടർന്ന് നടന്ന യോഗമാണ് ഈ 3 അംഗ സമിതിയെ തെരഞ്ഞെടുക്കുന്നത്. അതിൽ ഏറ്റവും സുപ്രധാനമായ പദവി അല്ലെങ്കിൽ ഇടക്കാല നേതാവ് എന്ന നിലയിൽ ആണ് ആയത്തുള്ള അലി റസ അറാഫിയെ തെരഞ്ഞെടുത്തത്. അതോടൊപ്പം തന്നെ മൗസൂദ് പെഷിഷ്കാൻ എന്ന ഇറാന്റെ പ്രസിഡന്റും ഗോലാം ഹുസൈൻ എന്ന ചീഫ് ജസ്റ്റിസും ഉൾപ്പെടുന്ന ഒരു സമിതിയായിരിക്കും ഇത് ഭരിക്കുക എന്നവർ വ്യക്തമാക്കിയിരുന്നു. ഇറാന്റെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 111 അനുസരിച്ചാണ് ഇത്തരത്തിൽ ഒരു 3 മെമ്പർ ലീഡർഷിപ്പ് കൗൺസിൽ എന്ന തരത്തിൽ 3 അംഗ നേതൃത്വ കൗൺസിലിനെ തെരഞ്ഞെടുത്തത്. അതിൻ്റെ ഒരു താൽക്കാലിക പരമോന്നത പദവിയാണ് ഈ ആയത്തുള്ള അലി റസ അറാഫിക്ക് നൽകുകയും ചെയ്തിരുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന് നേരെ ആക്രമണം നടന്നു എന്ന വിവരം കൂടിയാണ് പുറത്തു വരുന്നത്. ഇതൊന്നും സ്ഥിരീകരിക്കാൻ കഴിയുന്നില്ല എന്നതാണ് ഇപ്പോൾ നമുക്ക് ഇറാനിൽ നിന്നുള്ള വാർത്താ സംഘങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. പക്ഷേ ഇത്തരം പ്രചരണങ്ങൾ അവിടെ ഉണ്ട്. അത് വലിയ തോതിൽ ഇറാനെ ആശങ്കപ്പെടുത്തുന്നു. മറുവശത്ത് എന്താണ് ഈ നെതന്യാഹുവിൻ്റെ സാഹചര്യം എന്നതിനെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ അവിടെ നിൽക്കുന്നു. അതിനെ സംബന്ധിച്ചുള്ള ഒരു വിശദീകരണം ഇപ്പോൾ IDFൻ്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്നുമില്ല. ഏതായാലും 2 കേന്ദ്രങ്ങളിൽ നിന്നും ഇതുപോലെ വ്യത്യസ്തമായ വാർത്തകൾ പുറത്തു വരികയാണ്. ഒന്ന് നെതന്യാഹുവിനുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതുപോലെ ഇസ്രായേലിലെ എയർ കമാൻഡറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്തകൾ വരുന്നു. അവിടെ ഈ ഖൈബർ ഷേഖിയാൻ ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ച്, ഈ മിഡ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചുകൊണ്ട് പ്രതിരോധ സംവിധാനങ്ങൾ മറികടന്ന് ടെൽ-അവീവിലേക്ക് ആക്രമണം നടത്താൻ ഇറാന് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ, മറുവശത്ത് അവിടുത്തെ രണ്ടാമത്തെ തെരഞ്ഞെടുക്കപ്പെട്ട പരമോന്നത നേതാവിന് നേരെ ആക്രമണം നടന്നിരിക്കുന്നു എന്ന വിവരം കൂടിയാണ്, ഇസ്രായേൽ ആക്രമണം നടത്തിയിരിക്കുന്നു എന്ന വിവരങ്ങൾ കൂടിയാണ് പുറത്തു വരുന്നത്. ഏതായാലും ഈ ഷിയ പുരോഹിതനെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്നത്, അലി റസ അറാഫിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഷിയ പുരോഹിതൻ, 67കാരൻ, ഇനി ഇറാനെ കൂടുതൽ കരുത്തോടുകൂടി മുന്നോട്ട് നയിക്കുമെന്നൊക്കെ പ്രഖ്യാപിച്ച ഒരു മത നേതാവ്, അത്തരം ഒരാൾക്ക് നേരെ ആക്രമണം നടന്നിട്ടുണ്ടോ? നടന്നെങ്കിൽ ഇനി അടുത്ത സംവിധാനം എന്ത്? ഭരണഘടനയുടെ 111 വകുപ്പനുസരിച്ചാണ് ഇറാനിൽ ഈ പുതിയ നേതൃത്വം ഇനി വരേണ്ടത്. അങ്ങനെ വന്നിട്ടുണ്ടോ? സ്ഥിരീകരണമുണ്ടോ? ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇസ്രായേൽ ഏറ്റവും പ്രമുഖരായ ആളുകളെ തങ്ങൾ വകവരുത്തും എന്ന് വെല്ലുവിളിക്കുന്നുണ്ട്. ഒരു വശത്ത് ഹെസ്ബുള്ളയുടെ തലവനെ തന്നെ തീർക്കും എന്ന് പറയുന്നു. മറുവശത്ത് ഇറാനിലെ പ്രസിഡന്റ് മൗസൂദ് പെഷിഷ്കാനെയും അതുപോലെ അവിടുത്തെ ചീഫ് ജസ്റ്റിസ് ഗോലാം ഹുസൈൻ
മൊസൈനെയും ഒക്കെ ടാർഗറ്റ് ചെയ്യുന്നുവെന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. അങ്ങനെ ഏറ്റവും സങ്കീർണമായ സാഹചര്യങ്ങളിലേക്ക് ഈ യുദ്ധം നീളുകയാണ്. എങ്ങും ആശങ്ക പരത്തുന്ന സാഹചര്യങ്ങൾ തന്നെയാണ്, അല്ലെങ്കിൽ സ്ഥിതി വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. മിഡിൽ ഈസ്റ്റിൽ വ്യാപകമായ ആക്രമണം നടക്കുന്നു. ഇപ്പോൾ ഗൾഫ് ഓഫ് ഒമാനിലെ ഓയിൽ ടാങ്കറിലേക്ക് അറ്റാക്ക് ചെയ്തിരിക്കുന്നു എന്ന വിവരം വരുന്നു. അവിടെ ഒരു ബോംബ് ക്യാരിങ് ഡ്രോൺ ബോട്ട് അവിടേക്ക് അറ്റാക്ക് നടത്തിയിരിക്കുന്നു എന്ന് ഒമാൻ വ്യക്തമാക്കുന്നു. UK-യുടെ സൈപ്രസിലെ മിലിറ്ററി ആസ്ഥാനത്തിലേക്ക് ആക്രമണം നടത്തിയിരിക്കുന്നു. അതിനേക്കാളും ഏറ്റവും സുപ്രധാനം നെതന്യാഹുവിൻ്റെ ഓഫീസ് ലക്ഷ്യമാക്കിയുള്ള ആക്രമണം നടന്നു എന്നത് തന്നെയാണ്. അത് ഏത് തരത്തിൽ എങ്ങനെ സ്ഥിരീകരിക്കാനാകും എന്നതിനെ സംബന്ധിച്ചൊക്കെയുള്ള ഇത് നടക്കുകയാണ്. പക്ഷേ അതോടൊപ്പം തന്നെയാണ് ഈ നറ്റാൻസ് ന്യൂക്ലിയർ സെൻറ്ററിലേക്ക്, ആണവ കേന്ദ്രത്തിലേക്ക് ആക്രമണം നടന്നു എന്ന ഒരു സ്ഥിരീകരണം വരുന്നത്. അത് ഇൻ്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസി ആണവ പ്രസരണമില്ല തൽക്കാലം എന്ന് പറയുമ്പോഴും അതും ആശങ്ക പരത്തുന്നു. അങ്ങനെ ഇന്ന് ഈ മണിക്കൂറിൽ വന്നിട്ടുള്ള ഏറ്റവും സുപ്രധാനമായ വാർത്തകളുടെ ഒരു നീണ്ട നിരയാണ്. നറ്റാൻസിലെ ന്യൂക്ലിയർ എൻറിച്ച്മെൻറ്റ് സൈറ്റ് ഇറാനെ സംബന്ധിച്ചിടത്തോളം സുപ്രധാനമാണ്. അവിടെ ലീക്കേജ് ഉണ്ടായാൽ അത് എവിടെയൊക്കെ ബാധിക്കും, ഏതൊക്കെ തരത്തിൽ ബാധിക്കുമെന്നതിനെ സംബന്ധിച്ചുള്ള ആശങ്കയുണ്ട്. ഏതായാലും ഇൻ്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസി ഇത് പരിശോധിക്കുന്നു. ഇപ്പോൾ പ്രശ്നമില്ല എന്ന നിലപാടിലേക്ക് എത്തുന്നു. നെതന്യാഹുവിൻ്റെ കാര്യത്തിൽ നമുക്കൊരു കൃത്യത ലഭിച്ചിട്ടില്ല. നെതന്യാഹുവിന് എന്ത് സംഭവിച്ചു, നെതന്യാഹു എവിടെയുണ്ട്, നെതന്യാഹുവിൻ്റെ ആരോഗ്യാവസ്ഥ എങ്ങനെ എന്നതിനെ സംബന്ധിച്ചുള്ളൊരു സ്ഥിരീകരണമില്ല. പക്ഷേ പ്രധാനമന്ത്രിയുടെ ആസ്ഥാനം ആക്രമിക്കപ്പെട്ടിരിക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. അതോടൊപ്പം തന്നെയാണ് കഴിഞ്ഞ ദിവസം ചുമതലയേറ്റ മനു, അത് ഒരു പ്രധാനപ്പെട്ട വാർത്തയാണല്ലോ. ഈ നെതന്യാഹുവിൻ്റെ ഓഫീസ് ആക്രമിച്ചു എന്നതിൽ ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലൊരു സ്ഥിരീകരണം, വാർത്താ ഏജൻസികളല്ലാതെ അങ്ങനെ ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ടോ? ഇതുവരെ അത് സംബന്ധിച്ചുള്ള അതിൻ്റെ ഒരു വിശദീകരണം, അത് എങ്ങനെയാണ് ആക്രമിക്കപ്പെട്ടതെന്നോ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ഒരു ആക്രമിക്കുമ്പോൾ എങ്ങനെ അത് നേരിടാൻ കഴിഞ്ഞു എന്നതിനെ സംബന്ധിച്ചോ ഒന്നും ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. ഏതായാലും ആക്രമിച്ചു എന്നത് ഈ റവല്യൂഷണറി ഗാർഡ് കോർ വളരെ കൃത്യമായി തന്നെ പറയുന്നു. ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ അനന്തരഫലം എന്ത് എന്നത് ഇനി വ്യക്തമാക്കേണ്ടത് ഇസ്രയേലാണ്. ആ ആക്രമണം എത്രമാത്രം വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി എന്നത് വ്യക്തമാക്കേണ്ടത് ഇനി ഇസ്രയേലാണ്. ഇനി അതിലെന്തൊക്കെ ആളപായങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നത് വ്യക്തമാക്കേണ്ടതും ഇസ്രയേലാണ്. അതാണ് ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത്. ഇസ്രയേലിൽ നിന്ന് വരുന്ന വിവരമെന്ത് എന്നതാണ് ഇപ്പോൾ എല്ലാവരും വളരെ ഗൗരവത്തോടു കൂടി ഉറ്റുനോക്കുന്നത്. ഏതായാലും ഈ IDF ഇത് സംബന്ധിച്ച് ഒരു വിവരവും നൽകുന്നില്ല. എന്തായാലും വളരെ സുപ്രധാനമായ രണ്ട് വാർത്തകളാണ് പുറത്തു വരുന്നത്. ലോകത്ത് യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന രണ്ട് രാജ്യങ്ങളുടെ നിലവിലെ തലവന്മാർ ഇസ്രയേൽ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.